ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞി പരുന്തിന്റെയും കൂട്ടുകാരുടെയും കഥയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലേ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ആ കഥയിലേക്ക് പോവാം. ഒരിടത്ത് മനോഹരമായ ഒരു താമരപ്പൊയ്കയുണ്ടായിരുന്നു. അതിനടുത്തായി ഉയരമുള്ള ഒരു വൃക്ഷവും. അതിൽ ഒരു ചക്കിപ്പരുന്ത് കൂടുകൂട്ടി മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞി പരുന്ത് പുറത്തു വന്നു. അവൾക്ക് നീലു എന്ന് പേരിട്ടു. അവൾ ആദ്യം കണ്ടത് വളരെ മനോഹരമായ ഒരു തടാകവും തടാകം നിറയെ താമരപ്പൂക്കളും അതിൽ നീന്തി തുടിക്കുന്ന അരയന്നങ്ങളെയുമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയേ ഒരു കുഞ്ഞ് അരയന്നം പൊയ്കയിൽ നീന്തുന്നത് നീലു കണ്ടു. അവൾക്ക് അത്ഭുതമായി. കുഞ്ഞാണെങ്കിലും അത് നീന്തുന്നുണ്ടല്ലോ. അമ്മേ, എനിക്ക് എപ്പോഴാ പറക്കാൻ സാധിക്കുക? നോക്ക്, ആ കുഞ്ഞരയനം ജനിച്ചപ്പോൾ മുതൽ തന്നെ നീന്തുന്നുണ്ടല്ലോ. അമ്മ പരുന്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീയൊരു കുഞ്ഞു പരുന്താണ്. കുറച്ചാഴ്ചകൾ കൂടി കാത്തിരിക്കേണ്ടി വരും പറക്കാൻ. ചിറക് നന്നായി വന്നു കഴിയുമ്പോൾ എന്നെ പോലെ പറക്കാം. പക്ഷെ ആ കുഞ്ഞരയന്നം എങ്ങനെയാണ് ജനിച്ചപ്പോൾ മുതൽ നീന്തി തുടങ്ങിയത്? നീലു അമ്മയോട് ജിജ്ഞാസയോടെ ചോദിച്ചു. അരയന്ന കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ മുതൽ തന്നെ നീന്താനുള്ള കഴിവുണ്ട്, അമ്മ പറഞ്ഞു. മീനു എന്നായിരുന്നു അരയന്ന കുഞ്ഞിന്റെ പേര്. മീനു മരത്തിന്റെ താഴെ നീന്തുമ്പോഴെല്ലാം നീലു ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കും. മീനു ആകട്ടെ മുകളിലേക്ക് നീലുവിനെ നോക്കി ചിരിക്കും. നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്, നന്നായി നീന്തുന്നുണ്ടല്ലോ, നീലു മീനുവിനോട് പറഞ്ഞു. നീയും അങ്ങനെ തന്നെ, നിന്നെ എന്റെ അടുത്ത് കാണാനായി ഞാൻ കാത്തിരിക്കുകയാണ്, മീനുവും പറഞ്ഞു. നീലു തന്റെ ചിറകുകൾ വിടർത്തിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ പറക്കാറാകും. ഞാൻ ആദ്യം വരിക നിന്നെ കാണാനാണ്, നീ എന്റെ കൂട്ടുകാരിയല്ലേ. ഒരു ദിവസം രാത്രി നീലു മാനത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ത് ഭംഗിയാണ് ആകാശം! ദേ, അമ്പിളിമാമനെ താഴെ തടാകത്തിൽ കാണാം. മീനുവിനെ തടാകത്തിൽ എവിടെയും കാണാനില്ല, അവൾ ഉറങ്ങിക്കാണും. പെട്ടെന്ന് അവളുടെ കൂടിനടുത്ത് നിന്ന് ഒരു മൂളൽ കേട്ടു. ആരാണത്? നീലു ചോദിച്ചു. ഇത് ഞാനാണ് മില്ലു, ഞാനൊരു മൂങ്ങ കുഞ്ഞാണ്. നിന്റെ കൂടിന് താഴെയുള്ള മരത്തിലെ ഒരു പൊത്തിലാണ് ഞാനുള്ളത്. പിന്നെയും മൂളൽ കേട്ടു. എനിക്ക് നിന്നെ കാണാനാവുന്നില്ലല്ലോ, നീലു പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ കാണാം, മില്ലു പറഞ്ഞു. ഹായ്, എനിക്കൊരു കൂട്ടുകാരിയെ കൂടി കിട്ടിയല്ലോ. പക്ഷെ പകലെങ്ങും നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീലു മില്ലുവിനോടായി പറഞ്ഞു. അതെന്താണെന്നോ, ഞാനൊരു മൂങ്ങയാണ്. ഞങ്ങൾ രാത്രിയിലാണ് പുറത്തിറങ്ങാറുള്ളത്. ഞങ്ങൾക്ക് പകൽ കാഴ്ചശക്തി കുറവാണ്, മില്ലു വിശദീകരിച്ചു. നീലു അത്ഭുതത്തോടെ പറഞ്ഞു. ഇത് വളരെ തമാശയായിരിക്കുന്നല്ലോ. എന്റെ ഒരു കൂട്ടുകാരി താഴെ തടാകത്തിലാണുള്ളത്. കുറച്ചാഴ്ചകൾക്ക് ശേഷം അവളെ അടുത്ത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ പുതിയ കൂട്ടുകാരി മില്ലുവിനെ എനിക്ക് പകൽ കാണാൻ കഴിയില്ല. പകരം അവൾക്ക് എന്നെ രാത്രി മാത്രമേ കാണാനാകൂ. എന്റെ പൊന്നു മോളെന്താ ഉറങ്ങാത്തേ? ഒരുപാട് രാത്രിയായി, വേഗം ഉറങ്ങിക്കോളൂ. നീലുവിന്റെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു. രാപ്പാടികളുടെ പാട്ട് കേട്ട് നീലു ഉറക്കം പിടിച്ചു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. നീലു ഇപ്പോൾ പറക്കാറായി. നീലു ആദ്യം പറന്നു ചെന്നത് മീനുവിന്റെ അടുത്തായിരുന്നു. അവൾ നീലുവിനെ താമരപ്പൊയ്കയിലേക്ക് സ്വാഗതം ചെയ്തു. അവർ കുറേയേറെ നേരം കളിച്ചു. അതിനുശേഷം നീലു പറന്നു ചെന്നത് മില്ലുവിന്റെ അടുത്തേക്കായിരുന്നു. അവളുടെ പൊത്തിലൂടെ നോക്കുമ്പോഴതാ മില്ലു നല്ല ഉറക്കം. നീലു ചിരിച്ചുകൊണ്ട് പറന്നുയർന്നു. അവൾ ഈ ഭൂമിയുടെ മനോഹാരിത ആസ്വദിക്കുകയായിരുന്നു. ഓ, എത്ര സുന്ദരമാണ് ഈ ഭൂമി, എന്ത് ഭംഗിയാണ് ഈ ഭൂമി കാണാൻ. അവൾ അങ്ങനെ ആകാശത്തിലൂടെ ഒഴുകി നടന്നു. കഥ ഇഷ്ടായോ കൂട്ടുകാരെ? ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ, അതൊക്കെ കയറി കാണണേ.
ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും. അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ. അതുവരെ ബൈ ബൈ.